2-3 തക്കാളി ഇവിടെ പഴുത്ത് കിടക്കുവാണേ. മേളിലോട്ടൊക്കെ നല്ലോണം തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തക്കാളി നട്ടു വളർത്താൻ പറ്റിയ സമയമാണ്. കണ്ടോ, ഒരു കേടുപാടും ഇല്ല. ആവശ്യത്തിന് കുമ്മായത്തിൻ്റെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കാൽസ്യത്തിൻ്റെ കുറവൊന്നുമില്ല. ഒന്നും പൊട്ടിക്കീറിയൊന്നും പോയിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കമ്പയിലോട്ടൊക്കെ നോക്കിയേ, കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുകളിലോട്ടൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ തക്കാളിയെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മുകളിലോട്ട് തന്നെ കയറ്റി വിടുവാണേ. കാരണം എനിക്കിവിടെ കമ്പ് കുത്തി കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാണ്. മുകളിലോട്ട് അങ്ങ് പന്തലെ കയറ്റിവിട്ടാൽ അവിടെ കിടന്ന് കായ്ച്ചോളും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പന്തലേക്കിടെ കിടന്ന് കായ്ക്കുന്നത്. ഇവിടെ 5-6 തക്കാളി വിളഞ്ഞിട്ട് താഴേക്കൊക്കെ വീണ് കിടപ്പുണ്ട്. കണ്ടോ, കൊലയോടെ വീണ് കിടക്കുവാണ്. നമുക്കിപ്പം ഇത് ഒത്തിരി വലുതായില്ലെങ്കിലും ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന്. കുറച്ച് ദിവസമായതാണ് ഞാനിത് എടുക്കാതെ കിടക്കുമായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടേ. മുകളിലോട്ട് പോയിരിക്കുന്ന ഒരു തക്കാളിയായിരുന്നു. കണ്ടോ, ചിലതൊക്കെ അത് താഴെ വീണ് അഴുക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അഴുക്കായതൊക്കെ പോട്ടെ, അഴുക്കാകാത്തത് മതിയല്ലോ നമ്മുടെ ആവശ്യത്തിന്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ നല്ല മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടേ. കണ്ടോ, ദേ ഈ മുളക് കണ്ടോ. ഈ മുളകിൻ്റെ പേരറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.